എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ഒഴിച്ചുകറി റെസിപ്പിയാണ്. ഒരു നാടൻ ഒഴിച്ചുകറി. അതായത് പടവലങ്ങ വെച്ച് നിങ്ങൾ എല്ലാവരും കറി വെച്ചിട്ടുണ്ടോ? പടവലങ്ങ വെച്ച് അത് പടവലങ്ങ തനിയും കറി വെക്കാം, അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരിപ്പ് ചേർത്തും കറി വെക്കാം. ഇത് നല്ല ടേസ്റ്റിൽ ഒരു റെസിപ്പിയാണ്. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് മസൂർ ദാൽ അഥവാ ചുവന്ന പരിപ്പാണ്. അപ്പോൾ അത് ഏകദേശം 3/4 കപ്പോളം എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വാരിയെടുക്കണം. അത് കഴിഞ്ഞ് നമുക്കത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വേവിച്ചെടുക്കണം. ഇത് കുക്കറൊന്നും വേണ്ട, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കഴുകി വാരിയ പരിപ്പ് ഇട്ട് കൊടുത്തു. 2 പച്ചമുളക് കീറിയത്, അരമുറി സവാള ഇതേപോലെ കീറിയത് ചേർത്ത് കൊടുക്കാം. ചെറിയ സവാള മതി. ലേശം വെളിച്ചെണ്ണ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കണം. അപ്പം ഈ കറിക്ക് നമ്മൾ അത്യാവശ്യം ഗ്രേവി വേണമല്ലോ, അപ്പോൾ അത് കണക്കാക്കി വേണം വെള്ളം ഒഴിക്കാൻ. ഇനി അഥവാ വെള്ളം കുറഞ്ഞു പോയാൽ നമ്മൾ പിന്നീട് ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. പരിപ്പ് ഏകദേശം ഒരു 3/4 വേവാവുന്നിടം വരെ ഇത് വേവട്ടെ. ഇപ്പം പരിപ്പ് ഏകദേശം ഒരു 3/4 വേവായി. ഇനി നമുക്ക് അടപ്പ് മാറ്റി ഇതിലേക്ക് ഏകദേശം 200 ഗ്രാം പടവലങ്ങ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അല്പം വലുതായിട്ട് തന്നെ അരിഞ്ഞതാണ് കേട്ടോ. തീരെ അങ്ങ് ചെറുതായിട്ടല്ല അരിഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം. അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു കറിയിൽ ഈ പടവലങ്ങ ചേർത്തിട്ട് പടവലങ്ങ വെന്ത് അലുത്ത് പോകണ്ട. ആ പടവലങ്ങ അതിൽ കിടക്കുന്ന കാണണം. അതാണ് ഈ കറിയുടെ ഒരു പരുവം. ഇത് നല്ലതുപോലെ ഇളക്കിയിട്ട് വേണമെങ്കിൽ ലേശം ഉപ്പും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഈ പടവലങ്ങ വേവണം. ഞാൻ പറഞ്ഞതുപോലെ ഇത് വെന്തങ്ങ് അലുത്ത് പോരുത്, എന്നാൽ നല്ലതുപോലെ വേവണം. ഞാൻ ലേശം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. കാരണം ഇത് തേങ്ങ അരച്ച് ചേർക്കുന്നൊരു കറിയാണ്. അന്നേരം വേണമെങ്കിലും കുറച്ച് വെള്ളത്തിൻ്റെ അളവ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ പടവലങ്ങ ഇത് ചേർത്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ചു. ഈ പടവലങ്ങ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിപ്പോൾ അടപ്പ് മാറ്റി എല്ലാം ഒന്ന് ഇളക്കി നോക്കി. ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു കൈപ്പിടി തേങ്ങ, ഒന്നും ചേർത്തില്ല, ഉള്ളിയോ പച്ചമുളകോ ജീരകമോ ഒന്നും ചേർക്കാതെ നല്ല മഷി പോലെ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല മഷി പോലെ തന്നെ അരയ്ക്കണം കേട്ടോ. തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് കഴിഞ്ഞിട്ട് ആ ഒരു മിക്സിയുടെ ജാർ ഒന്ന് കഴുകി ലേശം വെള്ളവും കൂടെ ഒഴിച്ച് ആ ഒരു ഗ്രേവിയൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ തേങ്ങ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് വെക്കണം. കാരണം ഈ കറി തിളച്ച് പോകരുത്, ഒന്ന് ചൂടാവുകയേ ആകാവൂ. ഇനി നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ കറിയും തേങ്ങയും എല്ലാം കൂടെ യോജിച്ച് ഈ തേങ്ങയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തീ ഓഫാക്കാം. കറി ഞാനിവിടെ തീയിൽ നിന്ന് മാറ്റി വെച്ചു. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കടുക്, 1 തണ്ട് കറിവേപ്പില, 3-4 കഷ്ണം വെളുത്തുള്ളി നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളിയാണ് ഞാനിതിൽ ചേർക്കുന്നത്. ഈ കറിക്ക് ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വെളുത്തുള്ളി തന്നെയാണ് നല്ലത് കേട്ടോ. കൊച്ചുള്ളി ഞാനിതിൽ ചേർക്കുന്നില്ല. ഇതിലേക്ക് ചെറിയൊരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതോടെ ചേർത്ത് കൊടുത്ത് ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ കടുക് താളിച്ചതും കൂടെ നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു. ഇപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവറാണ്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. നല്ലൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ചോറിൻ്റെ കൂടെ ഇത് നല്ലൊരു ഒഴിച്ചു കറിയാണ്. അപ്പോൾ പടവലങ്ങ ഇഷ്ടമുള്ളവർ ഇത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കാൻ മറക്കരുത്. വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.